ഈ ആയത്ത് തെളിവാണ് എന്ന് ഏതെങ്കിലും പ്രാമാണികരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് പ്രശസ്ത പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഹാഫിദ് ഇബ്രാഹിം നാജി റഹിമഹുള്ളയുടെ കൻസുൽ റാഗിബീൻ അൽ വഫാത്ത് എന്ന കിതാബാണ്. ഇതിന്റെ 36-ാമത്തെ പേജിൽ കാണാം, വതബറകു ബിവിലാദതിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് എടുക്കുകയും വഫ്റഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. എന്താണ് തെളിവ്? വസ്മഉ ഖൗല റബ്ബിക്കും ഇൻ കുൻതും തസ്മഊൻ, അല്ലാഹുവിന്റെ ഖൗല് നിങ്ങൾ കേൾക്കുകയും കേൾക്കാൻ സാധിക്കുമെങ്കിൽ. എന്താ തെളിവ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പൊ ഈ ആയത്ത് നബിദിനാഘോഷത്തിന് കൃത്യമായ രേഖയാണ്, തെളിവാണ്, പ്രമാണമാണ് എന്ന് ഹാഫിദ് ഇബ്രാഹിം നാജി റഹിമഹുല്ലാ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. വെല്ലുവിളി സ്വീകരിച്ചു പോലും. അതെ, സമാധാനത്തിന് അങ്ങനെ പറയുന്നത് വളരെ നല്ലതാണ്. എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ സാബിക്ക് കഴിഞ്ഞിട്ടില്ല. സാബിക്ക് അതിന് ചങ്കൂറ്റവുമില്ല. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇനിയും ഞാൻ സാബിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ചോദിച്ച എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ? അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നോട്ട് തന്നവർക്കുമില്ല. മറിച്ച് ചാവേർ എന്ന നിലയ്ക്ക് ഒരു പാവപ്പെട്ട പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ നിങ്ങൾക്ക് കിതാബെടുത്ത് വരാൻ, അതിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ സാബി വരട്ടെ. എന്റെ വെല്ലുവിളി എന്തായിരുന്നു? പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു എന്റെ വെല്ലുവിളി. എന്നാൽ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീൻ നാജി, അദ്ദേഹം മുഫസ്സിറാണോ? നിങ്ങൾ ഉദ്ധരിച്ച ഗ്രന്ഥം തഫ്സീർ ഗ്രന്ഥമാണോ? നിങ്ങൾ ആരെയാണ് ഈ പൊട്ടീസാക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ വിഡ്ഢിയാക്കുന്നത്? ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ധരിച്ച ഈ പണ്ഡിതൻ ആധികാരികമായ മുഫസ്സിറുകളിൽപ്പെട്ടയാളാണെന്ന് ആരാണ് പറഞ്ഞത്? തെളിയിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? ഇനി നിങ്ങൾ കൊണ്ടുവന്നതോ? അതും നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് കൊണ്ടുവന്നത്, അല്ലേ? ആ പണ്ഡിതനെ അംഗീകരിക്കാൻ കഴിയോ? കൊണ്ടുവന്ന ഗ്രന്ഥം തഫ്സീർ ഗ്രന്ഥമല്ല. ഇനി അവിടെ വായിച്ചത് തന്നെയാണെങ്കിലോ അതിന്റെ അവസ്ഥ എന്താണ്? ഈ ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്അലകളെ ശരിക്കും പഠിച്ചോ? ആ മുസ്ലിയാരുട്ടിയും പഠിച്ചോ, ഈ സാബിയും പഠിച്ചോ? ഹിഫ്ളിന്റെ വിഷയത്തിലും മസ്അലകളെ തഹ്ഖീഖ് ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തിയാണ് പറഞ്ഞത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. നളുമുൽ ഇഖ്യാൻ ഫി അഅയാനിൽ അഅയാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ ഈ ബുർഹാനുദ്ദീൻ നാജിയെ കുറിച്ച് ഇമാം സുയൂത്തി പറയുകയാണ്, വഹാദാ മിൻഹു ദലീലുൻ അലാ അദമി ഹിഫ്ളിഹി വതഹ്ഖീഖിഹി. ഇത് തെളിവാണ്. എന്ത്? അലാ അദമി ഹിഫ്ളിഹി വതഹ്ഖീഖിഹി. ഈ ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന്, അദ്ദേഹത്തിന് ഹിഫ്ളുമില്ല, തഹ്ഖീഖുമില്ല. മസ്അലകളെ കൃത്യമായ നിലക്ക് തഹ്ഖീഖ് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്. അതുകൊണ്ട് ഹിഫ്ളും തഹ്ഖീഖുമില്ലാത്ത ഒരു പണ്ഡിതനെയാണ് നിങ്ങൾ കൊണ്ടെന്ന് ഉദ്ധരിച്ചത്.